സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്ന പോലെ 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ-ഖസ്സാം ബ്രിഗേഡ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതിന്റെ തിരിച്ചടി എന്നോണം ഇസ്രായേൽ അതിശക്തമായ ബോംബിങ്ങും കരയാക്രമണവും ഒക്കെ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഏതാണ്ടത് ഇന്നേക്ക് 133 ദിവസം പിന്നിടുകയാണ്. 4 മാസവും 13 ദിവസവും പിന്നിടുകയാണ്. ഇതിനിടയിൽ നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, 28,663 ആളുകളാണ് ഇതിനകം അവിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 70,000-ഓളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കുപറ്റിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരു യുദ്ധം എന്നുള്ള നിലയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം ഗസയിൽ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഇതിനകം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോംബുകൾ അവിടെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വൈറ്റ് ഫോസ്ഫറസ് അവിടെ ഉപയോഗിച്ചു. ചെയ്യാൻ പാടില്ലാത്ത ആശുപത്രി ആക്രമണം, ആംബുലൻസ് ആക്രമണം, സ്കൂൾ ആക്രമണം, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം, അതെല്ലാം ഇതിനകം അവിടെ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, UN പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഇങ്ങനെയുള്ള എല്ലാവരും അവിടെ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൃതദേഹങ്ങളോട് കടുത്ത അനാദരവാണ് ഇസ്രായേൽ സൈന്യം കാണിക്കുന്നത്. മൃതദേഹങ്ങൾ കടത്തിക്കൊണ്ടുപോവുക, മൃതദേഹങ്ങൾ വികൃതമാക്കുക, മൃതദേഹങ്ങളുടെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ നായകൾ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആളുകളുടെ നേരെ, സാധാരണക്കാരുടെ നേരെ പട്ടിയെ അഴിച്ചുവിട്ട് പട്ടിയെ കൊണ്ട് കടിപ്പിക്കുകയും സൈന്യം അത് കണ്ടുനിന്ന് ആസ്വദിക്കുകയും ചെയ്യുക, ഇതൊക്കെ നിലവിൽ ഗസയിൽ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ മാതാപിതാക്കളിൽ 2 പേരോ അതല്ലെങ്കിൽ ഒരാളോ നഷ്ടപ്പെട്ട 29,000-ഓളം കുട്ടികൾ നിലവിൽ ഗസയിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല 19,000-ഓളം കുട്ടികളെ എങ്ങനെയാണ് പരിചരിക്കുക എന്നത് വേവലാതിപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് യൂനിസെഫ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 100 കണക്കിന് കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്, അത്രയും പിഞ്ചു പൈതങ്ങളായതുകൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, ഇവരാരുടേതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. അനസ്തേഷ്യ കൊടുക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ, അനസ്തേഷ്യ ഒന്നുമില്ലാതെ വെറുതെ പച്ചക്ക് കൈയും കാലും മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ കാലിത്തീറ്റ തിന്നുകൊണ്ടാണ് കുട്ടികൾ പലരും അവിടെ കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ
മറയില്ലാത്തതുകൊണ്ട് പരസ്യമായി തന്നെ അവരുടെ രഹസ്യഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അവർ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നേരിൽ ചെന്ന് കണ്ട ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ഭൂരിപക്ഷത്തിനും കിടപ്പാടമില്ല. എല്ലാം തകർത്തു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം. അതുപോലെ തന്നെ മറുവശത്ത് അവരുടെ കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഇല്ല. അതിനപ്പുറത്ത് അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ നഷ്ടപ്പെടൽ മൂലമുണ്ടായിട്ടുള്ള വിരഹവേദന വേറൊരു വശത്ത്. അതിനെല്ലാം അപ്പുറത്ത് ഏത് നിമിഷവും താൻ കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു ജനത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് വെറുതെ നമ്മൾ അതിശയോക്തിപരമായിട്ട് ആലങ്കാരികമായിട്ടോ പറയുന്നതല്ല. ഒരു വശത്ത് അവർക്ക് കിടപ്പാടോ ഇല്ല, മറുവശത്ത് അവർക്ക് കുടിക്കാൻ വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. വേറൊരു വശത്ത് വേണ്ടപ്പെട്ടവരുടെ നഷ്ടപ്പെടൽ മൂലമുള്ള വേവലാതി. അതിനപ്പുറം ഏത് നിമിഷവും താൻ കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരവസ്ഥാവിശേഷം. ആകാശം നഷ്ടപ്പെട്ട പറവകളെ പോലെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ന് ഫലസ്തീനിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 150-ൽ താഴെ ആളുകളെ ഇസ്രായേൽ ബോംബിട്ടും അല്ലാതെയും വെടിവച്ചും കൊന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഗസയിലെ ഇപ്പോഴത്തെ വാർത്ത. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ലോകത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ ഒട്ടുമേ പ്രാധാന്യമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരെല്ലാം ഇസ്രായേലിനോട് പറഞ്ഞു, എന്തെല്ലാം പ്രതിഷേധങ്ങൾ ലോകത്ത് നടന്നു, പ്രതിഷേധ ചത്വരങ്ങളും ഐക്യദാർഢ്യങ്ങളും എല്ലാം ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും നടന്നു. ഒരു കുറച്ച് അറേബ്യൻ തമ്പുരാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യത്തും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു. ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഈ നരഹത്യ ഒന്ന് നിർത്തണം എന്ന്. മാർപ്പാപ്പയും വത്തിക്കാനും പറഞ്ഞു ഇതൊന്ന് നിർത്തണം എന്ന്. എത്രയോ രാഷ്ട്രനായകന്മാർ പറഞ്ഞു ഈ നരഹത്യക്ക് ഒരു അവസാനം വേണമെന്ന്. GCC രാഷ്ട്രങ്ങളും OIC രാഷ്ട്രങ്ങളും ഒന്നിച്ചും കൂട്ടായും പറഞ്ഞു ഇത് നിർത്തണമെന്ന്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞു ഇതൊന്ന് നരഹത്യ ഒന്ന് നിർത്തിവെക്കണമെന്ന്. അവസാനം കാപട്യത്തോടു കൂടിയാണെങ്കിലും അമേരിക്കൻ ഭരണകൂടം ബൈഡൻ വരെ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം അതിരുവിട്ടു പോകുന്നുണ്ട്, അമേരിക്കയുടെ സൈനിക സഹായം സ്വീകരിക്കുന്നവർ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് ബൈഡൻ പോലും ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് പറഞ്ഞു. എന്നിട്ടും ഒന്നും കേട്ടില്ല. ഈ പറച്ചിലുകൾ ഏതെങ്കിലും കണ്ടാമൃഗത്തിനോടോ കാട്ടുപോത്തിനോടോ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഒരു പാറക്കല്ലിനോടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ പാറക്കല്ല് പോസിറ്റീവായിട്ട് പ്രതികരിക്കുമായിരുന്നു. അത്ര പോലും ഇസ്രായേൽ ഇതിനു നേരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ധാർഷ്ട്യം ഇസ്രായേൽ കാണിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, ഒന്നാമത്തേത് സയനിസ്റ്റുകളുടെ ക്രൂര മനസ്സ് ആണ് അതിന് ഒന്നാമത്തെ കാരണം. സയനിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഒരു മനസ്സ് ഒരേ തരംഗ ദൈർഘ്യത്തിൽ സഞ്ചരിക്കുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഥവാ വംശീയമായ വിരോധമാണ് അവർ വെച്ചു പുലർത്തുന്നത്. വംശീയമായ വിരോധം എന്ന് പറയുന്നത് പിശാചിന്റെ വിരോധമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വംശീയമായ വിരോധം ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും സമൂഹത്തിനോ മറ്റുള്ളവരോടുണ്ടായാൽ എന്ത് ചെയ്യാനും എന്ത് ക്രൂരത ചെയ്യാനും അവർക്ക് മടിയുണ്ടാവില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരുണ്യം അവരെ തൊട്ടു തീണ്ടുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണല്ലോ 2002 ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിക്കീറി കുഞ്ഞിനെ ശൂലത്തിൽ കുത്തിയുയർത്താൻ കഴിഞ്ഞത് ഈ വംശീയമായ വിരോധത്തിന്റെ മനസ്സ് അവർ പേറുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കുഞ്ഞുനാൾ മുതൽ കളിച്ചും ചിരിച്ചും വളർന്നു വന്ന 14ഓളം ആളുകൾ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന 21 വയസ്സുകാരിയെ, 5 മാസം ഗർഭം ധരിച്ച 21 വയസ്സുകാരിയെ തന്റെ കൂട്ടുകാരൻ തന്നെ തലക്ക് ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ബാക്കി 10ലേറെ ആളുകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ഈ വംശീയ വിരോധത്തിന്റെ ഈ ബാക്ടീരിയ, ഈ വൈറസ് അവർ പേറുന്നത് കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇതിനെ ശക്തമായിട്ട് ഈ വംശീയമായ വിരോധത്തെ, ഈ വംശീയമായ ബോധത്തെ, ഈ വംശീയമായ മേന്മ വിചാരത്തെ അതിശക്തമായി വിശുദ്ധ ഖുർആൻ എതിർക്കുന്നതും കഠിനമായ ശിക്ഷ നൽകുന്നതും വാഗ്ദാനം ചെയ്യുന്നതും അതുകൊണ്ടാണ്. പിശാച് അതല്ലേ പറഞ്ഞത്?
പിശാച് പറഞ്ഞ എന്താ? അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആന്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിലെ 76-ാമത്തെ സൂക്തത്തിൽ നമുക്കത് കാണാം. ഇബ്ലീസിന്റെ ആ വർത്തമാനം, ആ പറച്ചിൽ, ആ ധാർഷ്ട്യം. അന ഖൈറും മിൻഹു, ഞാൻ ഈ ആദമിനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, വംശീയമായി മെച്ചപ്പെട്ടവനാണ്, വർഗപരമായി ഞാൻ മെച്ചപ്പെട്ടവനാണ്. ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നാറിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. എന്നോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നവൻ, അവൻ ആവശ്യപ്പെട്ടവൻ ആരാണോ അള്ളാഹുവാണ് ആവശ്യപ്പെടുന്നത്. ആരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്? അവൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനാണ് എന്ന് ഇബ്ലീസ് പറയുന്ന ആ വംശീയമായ മനോഭാവത്തിന്റെ തുടർച്ചയാണ് ഇതെന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മനോഭാവമാണ് ഒരു കാരണം ഇത്രയും ക്രൂരമായി, ഇത്രയും ആളുകളും സ്ത്രീകളും കുട്ടികളും ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെടാനുള്ള ഒരു മനസ്സ് പേറണമെങ്കിൽ ഈ വംശീയമായ മനോഭാവം ഉണ്ടായേ മതിയാകൂ. രണ്ടാമത്തേത്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും ഞങ്ങളെ കൈവിട്ടുകൊണ്ട് അമേരിക്കക്ക് കളിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം ഇസ്രായേലിനുണ്ട്. ഉറച്ച ബോധ്യമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇസ്രായേൽ ആക്രമണത്തിൽ അതിരുവിട്ടു പോകുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾ പരിധികൾ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു വശത്ത് ബൈഡൻ പറയുമ്പോഴും, ഈ അടുത്ത ദിവസമാണ് ബൈഡൻ അത് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ തൊട്ടുപിറ്റേന്ന് 1400 കോടി ഡോളറിന്റെ സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന പ്രമേയമാണ് അമേരിക്കൻ സെനറ്റിൽ പാസ്സായത്. ഇത് പറഞ്ഞതിന്റെ തൊട്ടുപിറ്റേന്ന്. ഇതിനെ പച്ച മലയാളത്തിൽ പറയുന്നതാണ് കാപട്യമൊന്ന്. ഒരു വശത്തുകൂടി അങ്ങനെ പറയുക, മറുവശത്തുകൂടി സൈനിക സഹായം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എന്തു പേരില്ല നമ്മൾ പറയണത്? അത് മാത്രമല്ല, ഇന്ന് വരെ ഇസ്രായേൽ ഉണ്ടായിട്ട് ഇന്ന് വരെ ഇസ്രായേലിനെതിരെ എന്തെല്ലാം പ്രമേയങ്ങൾ UN-ൽ വന്നിട്ടുണ്ടോ അതിനെയെല്ലാം അമേരിക്ക വീറ്റോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി ഒരു വല്ലാത്തതാണ്. അതുകൊണ്ട് ഇസ്രായേലിന് നന്നായി അറിയാം, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞങ്ങൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ അമേരിക്കക്ക് കരുത്തുണ്ടാവില്ല. അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്, എന്തുകൊണ്ടാണ് കരുത്തില്ലാത്തത് എന്നത്. ഇത് പ്രാഥമികമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കരുത്തില്ല എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യൻ തമ്പുരാക്കന്മാരുടെ കാപട്യമാണ്. അവർക്ക് പലതും ചെയ്യാൻ കഴിയും. ഓയിൽ എംബാർഗോ അടക്കമുള്ള ഒരുപാട് ഗൗരവതരമായ സ്റ്റെപ്പുകളും അവർക്ക് എടുക്കാൻ കഴിയും. എന്നിട്ടും അവർക്ക് എടുക്കാൻ കഴിയുന്നതായി നമ്മൾ കാണുന്നില്ല. 4 മാസം 13 ദിവസവും പിന്നിട്ടു. എന്നിട്ട് ഈ പ്രസ്താവനകൾ കൂടി, OIC കൂടി, GCC കൂടി, ഇങ്ങനെ ചില പ്രസ്താവനകൾ ഇറക്കുന്നതല്ലാതെ പരിഗണനീയമായ ഒരു സ്റ്റെപ്പും അവർക്ക് വെക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുകൊണ്ടെന്നല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള അവിഹിത ബാന്ധവം അതാണ് അവരെ അതിൽ നിന്ന് തടയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം, ഇത്ര ബന്ധം ഇവർ വെച്ചു പുലർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം രണ്ടാണ്. അത് മറ്റൊന്നുമല്ല. ഒന്നാമത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാധിപത്യവും അവരുടെ ഏകാധിപത്യവും നിലനിർത്തണമെങ്കിൽ അവർക്ക് ഇപ്പോ ഈ അർത്ഥത്തിൽ മൗനം പാലിച്ചേ മതിയാകൂ. ആ രാജാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും തണലിൽ അത്യാർഭാടപൂർണമായ ജീവിതവും അതുപോലെ തന്നെ സുഖലോലുപതയിൽ മയങ്ങിയിട്ടുള്ള മുന്നോട്ടു പോക്കും സാധിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യാൻ ഈ പറയുന്ന അറബ് രാഷ്ട്ര നായകന്മാർക്ക് കഴിയില്ല എന്ന് അതിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. എന്തിനാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാ അറബ് രാഷ്ട്രങ്ങളും. എല്ലാ അറബ് രാഷ്ട്രങ്ങളും അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം അമേരിക്കക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ഒമാൻ അടക്കമുള്ള സാമാന്യേന ഉയർന്ന എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ സൈനികമായ സംരക്ഷണ ഉത്തരവാദിത്വം അമേരിക്കയുടെ കയ്യിൽ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിലൊക്കെ
നിങ്ങൾക്കറിയാമോ, എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ട്. ഈ മിലിറ്ററി ബേസിലേക്ക് വരുന്ന വിമാനങ്ങൾ എന്താണ്, അവർ കൊണ്ടുവരുന്നത് എന്താണ്, പോകുന്നത് എന്താണ് എന്നൊന്നും പരിശോധിക്കാനുള്ള അവകാശം പോലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ രാഷ്ട്രനായകന്മാർക്ക് പോലുമില്ല. ഈ രാഷ്ട്രനായകന്മാർക്ക് പോലും അതിനകത്തേക്ക് എൻട്രൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും നിഗൂഢമായ മിലിറ്ററി ബേസുകൾ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ സംരക്ഷണം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ സംരക്ഷണം നിങ്ങളിൽ ഒരു 5 പേരെ നിങ്ങളിൽ ഒരാൾ ഏറ്റെടുത്താൽ, എന്റെ സംരക്ഷണം, എന്റെ സൈനികമായ സംരക്ഷണം, അല്ലെങ്കിൽ എന്റെ ആരോഗ്യം സംരക്ഷിക്കുക, എന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന പണി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്താൽ പിന്നെ ഞാൻ നിങ്ങൾക്കെതിരെ തിരിയോ? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാൾക്കെതിരെ തിരിയോ? അയാളെ വെറുപ്പിക്കുന്ന എന്തെങ്കിലും പണി ഞാൻ ചെയ്യോ? ഇത് സാമാന്യമായ ലോജിക്കാണ്. എന്റെ സംരക്ഷണം ഏറ്റെടുത്ത ഒരാൾക്കെതിരെ ഞാൻ തിരിയില്ല. അയാൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കെതിരെ പോലും ഞാൻ തിരിയില്ല. അതാണല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. എന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്കെതിരെ ഞാൻ തിരിയില്ല. ഇത് തന്നെയാണ് പശ്ചിമേഷ്യയിലും സംഭവിക്കുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങളുടെ സംരക്ഷണം അമേരിക്കയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് അനങ്ങാൻ കഴിയില്ല. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഇവർ GCC ഒറ്റക്ക് കൂടിയും OIC ഒറ്റക്ക് കൂടിയും GCCയും OICയും ഒന്നിച്ചു കൂടിയും പറഞ്ഞിട്ട് പുല്ലുവില പോലും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന നരഹത്യ രാഷ്ട്രത്തിന്റെ നേതൃത്വം അംഗീകരിക്കാൻ സന്നദ്ധമല്ലാത്തതുകൊണ്ടാണ്. അവർക്കറിയാം, ഇവര് ചെമ്മീൻ ചാടിയാൽ ചട്ടിയിൽ വരെ എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ, അത്രേ ഇവര് ചാടുള്ളൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം. എന്തിനാണ് 2023 ഒക്ടോബർ മാസം 27-ാം തീയതി ന്യൂയോർക്ക് ടൈംസിൽ ഡെന്നിസ് റോസ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം, അദ്ദേഹം ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളിലെ ഒഫീഷ്യൽസുമായിട്ട് ആ ഘട്ടങ്ങളിലൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ്. അങ്ങനെ ഞാൻ അറബ് രാഷ്ട്രങ്ങളുടെ പല ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ രഹസ്യമായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹമാസ് മസ്റ്റ് ബി ഡിസ്ട്രോയിഡ് ഇൻ ഗാസ. ഗാസയിൽ ഹമാസ് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് അവരുടെ നിലപാട് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഗാസയിൽ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ജനാധിപത്യ സംവിധാനം വന്നാൽ ഈ അറബ് രാജാക്കന്മാർക്കടക്കം ഭീഷണിയാണ്. അറബ് രാജാക്കന്മാരും ഇസ്രായേലും ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ അനുവാദത്തോടുകൂടി ടോയ്ലറ്റിൽ പോകാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ള ഒരു നേതാവും ഒരു അണികളുമാണ് അവിടെ അവർ ആഗ്രഹിക്കുന്നത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒന്നും അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി ഉണ്ടാക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല. അറബ് രാജാക്കന്മാരും ആഗ്രഹിക്കുന്നില്ല, ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അങ്ങനെ തരുന്ന ഔദാര്യം പറ്റി ജീവിച്ച പോലെ ഇസ്രായേൽ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ വേണ്ട കാശും തരുന്നുണ്ട്, അതൊക്കെ തിന്ന് കൊടുത്ത് ജീവിച്ച പോലെ എന്ന ചിന്തയാണ് പല അറബ് രാഷ്ട്രങ്ങളിലെ സാധാരണക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അറബ് രാഷ്ട്ര നായകന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ അറബ് രാജാക്കന്മാരുടെ മുൻഗാമികൾ ബ്രിട്ടനുമായിട്ടുള്ള ഒത്തുകളിച്ച് ഒട്ടോമൻ സാമ്രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന അവിശുദ്ധ കുഞ്ഞുപോലും രാജ്യം പോലും ജനിച്ചിട്ടുള്ളത്. ഇവരുടെ മുൻഗാമികൾ ചെയ്ത, ഇന്നവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള കാപട്യം അന്നവർ ബ്രിട്ടന്റെ ഒപ്പം നിന്ന് കാണിച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒട്ടോമൻ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ബ്രിട്ടന്റെ ഒപ്പം നിന്ന് അതിനെ ദുർബലപ്പെടുത്താനാണ് ഇന്നത്തെ അറബ് രാജാക്കന്മാരുടെ മുൻഗാമികൾ ശ്രമിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അവിശുദ്ധ ജന്മത്തിൽ ഈ അറബ് രാഷ്ട്ര നായകന്മാർക്ക് കൈകഴുകി മാറാൻ കഴിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് അതിനകത്ത് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. കാരണം ഇവരാണതിന് അന്ന് മുൻകാലത്ത് നേതൃത്വം കൊടുത്തത്. പഴയ രാജാക്കന്മാരുടെ അവസ്ഥ അവിടെ ഇരിക്കട്ടെ, പുതിയ രാജാക്കന്മാരുടെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴാണ്, കാര്യങ്ങൾ സംഭവവികാസങ്ങളെ വിശകലനം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എവിടെയൊക്കെയാണ് കൊണ്ടു നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് ഇവർ ചാരി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ഈ ഫലസ്തീനിലെ ജനങ്ങളുടെ ന്യായമായ ഒരവകാശത്തെയും അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രായേൽ സന്നദ്ധമായിട്ടില്ല. UN പാസാക്കിയ പ്രമേയങ്ങൾ ഒന്നും തന്നെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല.
ഇസ്രായേൽ ഒപ്പിട്ട കരാർ പോലും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. അവരുടെ ന്യായമായ ഒരവകാശത്തിനും ന്യായമായ ഒരു പരിഹാരത്തിനും ഇസ്രായേൽ നിന്നുകൊടുത്തിട്ടില്ല. ഇന്നുവരെ നിന്നുകൊടുത്തിട്ടില്ല. ആ നിന്നു കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് 1982 ഈജിപ്തും 1994 ജോർദാനും 2020 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതുപോലെ തന്നെ മൊറോക്കോയും ബഹ്റൈനും സുഡാനും ഒക്കെ ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. സൗദി അറേബ്യ ആണെങ്കിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. അതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്ത് നിർബന്ധിതാവസ്ഥയാണ് ഈ അറേബ്യൻ തമ്പുരാക്കന്മാർക്ക് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രവുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള എന്ത് നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത്? അത് നമ്മൾ തേടുമ്പോഴാണ് ഇവരുടെ സംരക്ഷകന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാനാണ് ഇവർ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇവർ ഈ പണിയൊക്കെ ചെയ്തത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സൗത്ത് ആഫ്രിക്ക, ഫലസ്തീനിൽ നിന്ന് എത്രയോ ദൂരെയാണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത്. ഒരു വലിയ സൈനിക ശേഷിയുള്ള ഒരു രാജ്യമല്ല സൗത്ത് ആഫ്രിക്ക. മേൽക്കോയ്മ വാദമുള്ള ഒരു രാജ്യമല്ല സൗത്ത് ആഫ്രിക്ക. എന്നിട്ട് പോലും അവർ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അതിന്റെ വിശദാംശം. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കരുത്ത് നൽകി എന്താണെന്നറിയാമോ? സൗത്ത് ആഫ്രിക്ക അമേരിക്കയുടെ വിധേയത്വത്തിലുള്ള സൈനികമോ സാമ്പത്തികമോ ആയിട്ടുള്ള യാതൊരു വിധേയത്വവും അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കക്കെതിരെ നീങ്ങണമെങ്കിൽ, ഇസ്രായേലിനെതിരെ നീങ്ങണമെങ്കിൽ അവരുടെ സൈനികമോ സാമ്പത്തികമോ ആയ ഒരു വിധേയത്വവും അംഗീകരിക്കാത്തവർക്ക് ഇന്ന് ലോകത്ത് കഴിയുകയുള്ളൂ. അത് സൗത്ത് ആഫ്രിക്കക്ക് ഇല്ലാത്തതുകൊണ്ട് സൗത്ത് ആഫ്രിക്കക്ക് ഇസ്രായേലിനെതിരെ തിരിയാൻ കഴിഞ്ഞ അതുകൊണ്ടാണ്. ഈ അറേബ്യൻ തമ്പുരാക്കന്മാർക്ക് അതിന് കഴിയാത്തത് ഇവർ സാമ്പത്തികവും സൈനികവുമായി അവർക്ക് എല്ലാ അർത്ഥത്തിലും വിധേയപ്പെട്ടവരാണ്. ആ വിധേയത്വം ഉള്ളതുകൊണ്ടാണ് തങ്ങളുടെ സ്വന്തം സഹോദരന്മാരെ ഇക്കണ്ട രൂപത്തിൽ കൊല്ലാക്കൊല ചെയ്തിട്ടും അവർ കാലിത്തീറ്റ തിന്ന് അവിടെ ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടും ഇവർക്ക് അനങ്ങാൻ കഴിയാത്തതിന്റെ കാരണം അതാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. പ്രസ്താവനകൾ ഇറക്കാനേ കഴിയണുള്ളൂ. കൂടിയിരുന്ന് പറയാൻ ആ പറച്ചിലൊന്നും ഇസ്രായേൽ ഒരു വില, അതിൽ വലിയവന്മാർ പറഞ്ഞിട്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം ഇതാണ്. ഈ വിധേയത്വമാണ് ഇവർ അവസാനിപ്പിക്കേണ്ടത്. നാളെ എങ്ങാനും പരിശുദ്ധ കഅബ ഷരീഫിനെ ആക്രമിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞാൽ ഇവരപ്പോഴും പറയും, ഈ കഅബയുടെ നാഥൻ നീയാണ്, നിനക്ക് വേണമെങ്കിൽ സംരക്ഷിക്കാം, ഞങ്ങൾക്ക് അമേരിക്കയുടെ താല്പര്യത്തിനെതിരായിട്ടൊന്നും നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവർ ഊരും. ആ മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത്. നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ അതിശയോക്തിപരമായിട്ട് നമുക്ക് തോന്നും. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതല്ലെങ്കിൽ ഇവർക്ക് പരിഗണനീയമായ പല സ്റ്റെപ്പുകളും എടുക്കാൻ കഴിയും. അത്രയും ക്രൂരതയാണ് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അതിന് തുനിയാതെ ഇവർ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവർക്ക് ഈ സബ്മിഷൻ ഉള്ളത് കൊണ്ടാണ്, ഈ വിധേയത്വം ഉള്ളത് കൊണ്ടാണ്. എന്തേ? ലോകത്താകെ ജനാധിപത്യം പരത്താൻ, ജനാധിപത്യം വിതച്ചു കൊയ്യാൻ വേണ്ടി നടക്കുന്ന അമേരിക്കക്ക് എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ മാത്രം ജനാധിപത്യം ആവശ്യമില്ലാത്തത്? അവിടെ എന്ത് ജനാധിപത്യം ഉള്ളത്? അവിടെ ഒരു ജനാധിപത്യം ഇല്ല. എനിക്ക് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ രാഷ്ട്രത്തിന്റെ നായകന്മാരെ ഏതർത്ഥത്തിൽ വേണമെങ്കിലും വിമർശിക്കാനും നിരൂപിക്കാനുമുള്ള അവകാശമുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടില്ല, എന്നാരും ഒന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടില്ല. എന്നാൽ ഒരു അറബ് രാഷ്ട്ര നേതാക്കൾക്കെതിരെ ഒരു ഖുത്ബയിൽ പോലും ന്യായമായ ഒരു വിമർശനം നടത്താനുള്ള അവകാശം, ഭാഗ്യം അവിടെയുള്ള ഒരൊറ്റ ഖത്തീബുമാർക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ ഖത്തീബുമാർക്കും ഇല്ല. അത് ഏത് ഭൂമിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. മിമ്പറിൽ കയറി നിൽക്കുന്ന ഉമറുൽ ഫാറൂഖിനോട് നീതി ചോദിച്ച ആ ഖുത്ബ നിർവഹിക്കുന്ന ഘട്ടത്തിൽ പോലും വിമർശനത്തിന് വിധേയമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പെണ്ണാണ് ചോദിച്ചത് ഉമറുൽ ഫാറൂഖിനോട്. അതാണ് ജനാധിപത്യം, അതാണ് ഇസ്ലാം. അല്ലാതെ ഇവർ കൊണ്ടു നടക്കുന്നതല്ല ഇസ്ലാം. ജനങ്ങളാണ് ജനങ്ങളുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് അതിന്റെ മര്യാദ. അതിനുള്ള ഒരവകാശവും അവിടെ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്താകെ ജനാധിപത്യം നടപ്പാക്കാൻ നടക്കുന്ന അവർ, ഇന്ത്യ പശ്ചിമേഷ്യയിൽ മാത്രം അവർക്ക്
ജനാധിപത്യം ആവശ്യമില്ലാത്തത്? അവർക്കാവശ്യം ജനാധിപത്യമല്ല, അവർക്കാവശ്യം വിധേയത്വമാണ്. അവർക്കാവശ്യം ഡെമോക്രസിയല്ല, അവർക്കാവശ്യം സബ്മിഷനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആവോളം അറബികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? ഏത് രാജ്യത്തെയും സാമ്പത്തികവും സൈനികവുമായി തങ്ങൾക്ക് വിധേയപ്പെടുത്തി നിർത്തിയാൽ ആ രാജ്യമൊന്നും തങ്ങൾക്കെതിരെ തിരിയില്ല എന്ന് പ്രായോഗികമായി അറ്റസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് ഇപ്പൊ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഞങ്ങൾ വാരി അവരുടെ തലയിലിട്ട് അവരെ കൊന്നാലും ശരി, ഞങ്ങൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല ആ നിലക്ക് എന്ന് ഈ അടുത്താണ് സൗദി പറഞ്ഞത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് നയതന്ത്രബന്ധമൊന്നും ഇനി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ആഗ്രഹം കിടന്ന് തിളക്കുകയാണ് നയതന്ത്രബന്ധം ഉണ്ടാക്കാൻ. അത് സൗദിയ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് എന്തുകൊണ്ടാണ് ഒന്നിച്ച് എന്ന് പറയാൻ കഴിയാത്തത്? ഒരു മീറ്റിംഗ് കൂടിയിട്ട് എത്ര മീറ്റിംഗ് വിളിച്ചു ചേർത്തു? ഇവർക്ക് ഒന്നിച്ച് മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾക്ക് ഇനി നയതന്ത്രബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല, ഇതിനൊരു തീരുമാനമാകണം. 2 ലക്ഷം ജനങ്ങൾക്ക് ജീവിക്കാൻ, അതുപോലും തിങ്ങിക്കൂടി ജീവിക്കാൻ കഴിയുന്ന റഫേൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? 10 ലക്ഷം ജനങ്ങളാണ് ടെന്റ് കെട്ടി ജീവിക്കുന്നത്. 2 ലക്ഷം ജനങ്ങൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന സ്ഥലത്ത് 10 ലക്ഷം ജനങ്ങളാണ്. അവിടെ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം, തെമ്മാടി രാഷ്ട്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. അമേരിക്ക വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ പത്രത്തിൽ കാണാം, കാനഡ പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിടരുത്. അത് ഏറ്റവും വലിയ നരഹത്യയും ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടും ആളുകളൊക്കെ, ഹമാസിന്റെ ആളുകളൊക്കെ അവിടെയാണുള്ളത്, ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 144-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, നിങ്ങൾ കാഫിറുകളെ നിങ്ങളുടെ രക്ഷാധികാരികളാക്കി മാറ്റരുത്. കാഫിറുകളെ നിങ്ങൾ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വട്ടമല്ല പലവട്ടം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ നമ്പർ 1 2 കാഫിറുകളാണ് അമേരിക്ക എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന് പറയുന്നതും. ഞാൻ അമേരിക്കയിലെ ജനങ്ങളെക്കുറിച്ചോ ഇസ്രായേലിലെ സാമാന്യ ജനങ്ങളെക്കുറിച്ചോ അല്ല. അമേരിക്കയുടെ ഭരണകൂടം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശുദ്ധ കാഫിറാണ്. ഇസ്രായേൽ ഭരണകൂടം എന്ന് പറയുന്നത് ശുദ്ധ കാഫിറാണ്. ലോകത്തൊരു നന്മയും അവരെ കൊണ്ട് ലോകത്ത് മനുഷ്യർക്കുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളുടെ ശത്രു മാത്രമല്ല അവർ മാനവതയുടെ ശത്രുവാണ്. അവർ ദൈവത്തിന്റെ ശത്രുവാണ്. അവർ ഈ ഭൂമിയുടെ ശത്രുവാണ്. എത്രയോ കുഞ്ഞുങ്ങളെയാണ്, എത്രയോ മനുഷ്യരുടെ രക്തമാണ് ഈ ആധുനിക നൂറ്റാണ്ടിൽ പോലും ഈ രാഷ്ട്രം ഈ ഭൂമിയിൽ ചിന്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചാൽ അതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാകും. ഞാനൊരു ഖുതുബയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത്രമാത്രം രക്തം, പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് പരമാധികാര രാഷ്ട്രത്തിൽ കയറി സൈനികവും അല്ലാതെയുമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് എത്രയോ രാഷ്ട്രങ്ങളെയാണ് ഈ ആധുനിക കാലത്ത് പോലും അമേരിക്ക അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതേയുള്ളൂ. അതുമാത്രമല്ല, എത്രയോ രാഷ്ട്രങ്ങളുടെ തലയെടുപ്പുള്ള ശാസ്ത്രജ്ഞന്മാരെ ചാരവലകൾ നെയ്തുകൊണ്ട് അവരെ അതിക്രൂരമായി എത്രയോ ആളുകളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും മൊസാദ് പോലെയുള്ള CIA പോലെയുള്ള ചാരസംഘങ്ങൾ. അത്രയും ജനവിരുദ്ധമായ, അത്രയും മനുഷ്യത്വ വിരുദ്ധമായ, അത്രയും ദൈവവിരുദ്ധമായ ഇവർ കാഫിറല്ലെങ്കിൽ പിന്നെ ആരാണ് കാഫിർ? ഈ കാഫിറുകളുടെ കയ്യിൽ കൊണ്ടുപോയിട്ടാണ് ഇവർ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് വെറുതെ പറയുന്നില്ല, എത്ര കൃത്യമാണ് കാര്യങ്ങൾ. അല്ലാഹ് പറയുന്നു, നിങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് സംരക്ഷണം ആവശ്യമില്ലേ? എന്നിട്ട് എന്തേ സൗത്ത് ആഫ്രിക്ക മിലിറ്ററി ബേസ് അനുവദിക്കാത്തത്? അവർക്ക് സംരക്ഷണമൊന്നും ആവശ്യമില്ലേ? ഇവർക്ക് മാത്രം മതിയോ സംരക്ഷണം? ഇവർക്ക് സംരക്ഷണം ആവശ്യമുണ്ട്. അവിടെ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത അധികാരമാണുള്ളത്. ഇവിടെ അതല്ല ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കണ്ട എല്ലാ പ്രതിഷേധങ്ങളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ബൈഡന്റെ മൂക്കിന് താഴെ വരെ നടന്നു പ്രതിഷേധ പ്രകടനങ്ങൾ, ലക്ഷങ്ങൾ പങ്കെടുത്തത്. എന്നിട്ടും ഈ അറബ് രാഷ്ട്രങ്ങളിൽ പലയിടത്തും ഒരു പ്രകടനം നടത്താനുള്ള ഒരു അനുവാദം പോലും അവർ കൊടുത്തിട്ടില്ല ജനങ്ങൾക്ക്. ഒറ്റപ്പെട്ട ചില രാഷ്ട്രങ്ങളിലേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ഈ അല്ലാഹ് പറഞ്ഞു, ഈ സംരക്ഷണ ഉത്തരവാദിത്വം നിങ്ങൾ ഏൽപ്പിക്കരുത്.
നിങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ അത് നിങ്ങൾക്ക് വിനയാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, അതുരീദൂന അൻ തജഅലു ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. അതുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തജഅലു ലില്ലാഹ് അല്ലാഹ്ക്ക് എന്ത് വ്യക്തമായ തെളിവ്, നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അല്ലാഹ് പറയുന്നു, ഈ തെമ്മാടികളുടെ കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, അതുരീദൂന അൻ തജഅലു ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ അല്ലാഹ്ക്ക് നിങ്ങൾക്കെതിരെ കൃത്യമായ തെളിവ്, സുൽത്താനം മുബീന, നിങ്ങൾക്കെതിരെ കൃത്യമായ തെളിവുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? ഇവർ കൃത്യമായ തെളിവാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ സംരക്ഷണ ഉത്തരവാദിത്വം സൈനികമായ മിലിറ്ററി ബേസ് ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന സുൽത്താനം മുബീന വ്യക്തമായ തെളിവാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. തൊട്ടുടനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഇത്തരം മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും അവരുടെ ആവാസ കേന്ദ്രം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഞാൻ ഈ പറയുന്നതിൽ പ്രാമാണികമായി തകരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അത് സൂചിപ്പിക്കാം. അല്ലാഹ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് അവരുമായി സഹകരിക്കുന്നതിനോ അവരുമായി ഇടപാടുകൾ നടത്തുന്നതിനോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സംരക്ഷണ ഉത്തരവാദിത്വം കൊണ്ടുപോയി നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. അത് ഏൽപ്പിച്ചാൽ അപകടപ്പെടും. ഈ സംരക്ഷണ ഉത്തരവാദിത്വം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അനങ്ങണമെന്ന് ഇവർ വിചാരിച്ചിട്ട് പോലും ധാർമ്മികമായി ഇവർക്ക് അകത്ത് കിടന്ന അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട്. കാരണം അതിനു മാത്രം ഭീകരമായ കൊല്ലയാണ് ആ സഹോദരന്മാർ അവിടെ ഇട്ട് കാണിക്കുന്നത്. അനങ്ങണമെന്ന് വിചാരമുണ്ട്, പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല. സംരക്ഷണ ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പെട്ടെന്നൊന്നും സാധിക്കില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സൂചിപ്പിച്ചതുപോലെ അവർ സത്യവിശ്വാസികളെയും അവർ അല്ലാഹുവിനെയും വഞ്ചിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന അതാണ്, പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് നാളെ അള്ളാഹുവിന്റെ മുൻപിലും ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടണമെങ്കിൽ, പരലോകത്തു മാത്രമല്ല ഈ ലോകത്തു മാത്രമല്ല നാളെ പരലോകത്തും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കഅബ ഷരീഫിന്റെ നാഥനുണ്ടല്ലോ, ഇവർ വിചാരിച്ചിരിക്കുന്നത് കഅബ ഷരീഫിൽ വരുന്ന ആളുകൾക്ക് ലക്ഷോറിയ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഹജ്ജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സത്യവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാം എന്നാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗലി വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മറച്ചു പിടിക്കാൻ പറ്റും, ലോകത്തെ സത്യവിശ്വാസികളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മറച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ ബൈഡനുമായി സംസാരിക്കുമ്പോഴും നിങ്ങൾ ആന്റണി ബ്ലിങ്കനുമായി സംസാരിക്കുമ്പോഴും നിങ്ങൾ അതുപോലുള്ള ഏമാന്മാരുമായി സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒറ്റക്കല്ല സംസാരിക്കുന്നത്, നിങ്ങൾ സംരക്ഷിക്കുന്ന കഅബയുടെ നാഥൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ചില്ലറ അനുഗ്രഹങ്ങളല്ല, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് ഒരു സമയബന്ധിതമായ ഒരു ശ്രമം ഇവർ നടത്തിയാൽ മാത്രമാണ് ഇവരുടെ അടുത്ത തലമുറയിലുള്ള രാജാക്കന്മാർക്കെങ്കിലും നട്ടല് നിവർത്തി ലോകത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. ചിലരെയൊന്നുമല്ല. നമ്മുടെ രാഷ്ട്രം എത്ര വിസ്തൃതിയുണ്ടെന്നറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ രാജ്യം 32 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ രാജ്യമുള്ളത്. 32 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഭാരതമുള്ളത്. 32 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. സൗദി അറേബ്യ എത്ര ഉണ്ടെന്ന് അറിയാമോ? 21 ലക്ഷമുണ്ട്. 21 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് സൗദി അറേബ്യ മാത്രം. ലോകത്ത് നെറുകയിൽ നിൽക്കുന്ന UK എത്രയുണ്ട് നിങ്ങൾക്കറിയാമോ? 2,43,610 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി മാത്രമേ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടനുള്ളൂ. 2,43,610. ഇവരുടെ ഒപ്പം കൂടിയിട്ടുള്ള ഫ്രാൻസ് എത്രയുണ്ടെന്ന് അറിയാമോ? 6,43,801 സ്ക്വയർ കിലോമീറ്റർ ആണ് അവരുടെ വിസ്തൃതി. സൗദി അറേബ്യ എത്രയുണ്ടെന്ന് അറിയാമോ? 2 ലക്ഷം 6 ലക്ഷം അല്ല.
21,50,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് വിസ്തൃതിയിൽ. ആ ഒറ്റ രാഷ്ട്രം മാത്രം ഉണ്ട് അത്രയും. അതുപോലെ തന്നെ ഈജിപ്ത് എത്ര ഉണ്ടെന്നറിയാമോ? 10 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ബ്രിട്ടൻ 2 ലക്ഷം ഉള്ളൂ, ഈജിപ്ത് 10 ലക്ഷം ഉണ്ട്, തുർക്കി 8 ലക്ഷം ഉണ്ട്. ആവശ്യമായ വിസ്തൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. കണക്കില്ലാത്ത സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ആളുകളെയും മനുഷ്യ വിഭവശേഷിയും നൽകിയിട്ടുണ്ട്. ഈ മൂന്നും ഉപയോഗിച്ച് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി അവരുടെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് അവരുടെ വൈജ്ഞാനികമായ കഴിവുകളെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് അത്യന്താധുനിക ആയുധങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളും ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. അമേരിക്കയെ എല്ലാവരും ഭയപ്പെടുന്നതും വിധേയപ്പെടുന്നതും അമേരിക്കയുടെ നന്മ കണ്ടിട്ടല്ല, അമേരിക്കയുടെ നീതിബോധം കണ്ടിട്ടല്ല, അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന മൂർത്ത ആയുധങ്ങൾ കണ്ടിട്ടാണ് എല്ലാവരും അവർക്ക് വിധേയപ്പെടുന്നത്. പുതിയ കാലത്ത് പുതിയ സാഹചര്യത്തിൽ കീഴ്പ്പെടുത്തണമെങ്കിൽ, വിധേയപ്പെടുത്തണമെങ്കിൽ തങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകണം. ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തിന് നിവർന്നു നിൽക്കാൻ കഴിയൂ എന്ന ഒരു ലോക സാഹചര്യമാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാറ്റിനും വേണ്ടത് കാശാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഭൂമിയാണ് വേണ്ടത്, ഭൂമി കൊടുത്തിട്ടുണ്ട്. ആളാണ് വേണ്ടത്, ആൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 സംഗതികളും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനാണ് അറേബ്യൻ തമ്പുരാക്കന്മാർ ശ്രമിക്കേണ്ടത്. അറബികൾ നന്നായാൽ ലോകം നന്നാവും. അറബികൾ നന്നായാൽ പുതിയ ഒരു മുഖം ലോകത്തിനുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ മൂല്യസങ്കല്പവും വിശുദ്ധ ഖുർആനിന്റെ നൈതിക സങ്കല്പവും അനുസരിച്ച് ലോകത്തിന് നീതിയിൽ അധിഷ്ഠിതമായ ഒരു ബദൽ സംവിധാനിക്കാൻ ആർക്ക് സാധിക്കും? അറേബ്യൻ സമൂഹത്തിന് സാധിക്കും. അതിനവർ വിചാരിക്കണം. സമയമെടുത്ത് സമയബന്ധിതമായി ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഞാൻ പറയുന്നു, ലോകത്തിന് പുതിയൊരു മുഖം കിട്ടും. അതിനവർ സന്നദ്ധമല്ലെങ്കിൽ ഒറ്റ കാര്യം, 2 കാര്യം നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻ എന്നതിൽ നിന്ന് പടച്ച തമ്പുരാനെ ഓർത്തായി ഇസ്ലാമിക് എടുത്തു മാറ്റണം. എന്നിട്ട് നിങ്ങൾ പേരിടൂ. അതാണ് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിന് സന്നദ്ധമല്ലെങ്കിൽ ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു നിങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കളയും. കാരണം ഒരു ഏകാധിപതി, 1-2 ഏകാധിപതികൾ ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ് ഇന്ന് ലോകത്ത്. ആര് പറഞ്ഞിട്ടാണ് അവൻ കേൾക്കുന്നത്? ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത് മാറ്റേണ്ടത് ഇവരാണ്. ഇവർക്കാണ് ഇത് മാറ്റാൻ കഴിയുക. കാരണം ഇവർക്കാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവർക്ക് ഈ സൽബുദ്ധി കൊടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ലോകത്തിലെ നീതിയിലധിഷ്ഠിതമായ, മൂല്യത്തിലധിഷ്ഠിതമായ ഒരു ബദലായി നിൽക്കാനുള്ള ഒരു കരുത്തും ഒരു മാനസികാവസ്ഥയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന.